കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലാദ്യമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് ഒരാളെ താമര ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ജയിക്കാൻ കഴിഞ്ഞത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയും ആർ.എസ്.എസും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് നടൻ സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 വർഷം മുമ്പേ ബി.ജെ.പിയും ആർ.എസ്.എസും തോളോട് തോൾ ചേർന്ന സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. മുതിർന്ന നേതാക്കന്മാരായ എം.ടി. രമേശും എൻ രാധാകൃഷ്ണനും കെ ഗോപാലകൃഷ്ണനും അടക്കമുള്ള ആളുകൾ നേതൃത്വത്തിലാണ് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയത്. കൂടാതെ അന്നത്തെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കൃത്യമായി തൃശൂരിനെ ശ്രദ്ധിക്കുകയും ചെയ്തു. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ഒഴികെ മറ്റൊരിടത്തും ബി.ജെ.പി ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് CPM-നോ കോൺഗ്രസിനോ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗുരുവായൂരിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. 34 പഞ്ചായത്തിലും CPM-ന് കവച്ചുവെട്ടി അല്ലെങ്കിൽ ഇടതുമുന്നണിയെയും UDF-നെയും പിന്നിലാക്കിക്കൊണ്ട് ബി.ജെ.പിക്ക് ലീഡ് നേടാൻ കഴിയും. ഇത് വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പിക്ക് നൽകിയത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെ തന്നെ ബി.ജെ.പി ഭരണം പ്രതീക്ഷിക്കുന്ന ഒരു കോർപ്പറേഷനായിരുന്നു തൃശ്ശൂര്. എന്നാൽ നിലവിലെ കാര്യങ്ങൾ അത്ര പന്തിയല്ല ബി.ജെ.പിക്ക്. കെ സുരേന്ദ്രന് പകരം അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തി. അവിടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ അനീഷ് കുമാർ തികഞ്ഞ 100% കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ അനുകൂലികളിൽ ആദ്യ പേരുകാലിൽ ഒരാളാണ് കെ അനീഷ് കുമാർ. എല്ലാ വിഷയങ്ങളിലും കെ സുരേന്ദ്രനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിത്വം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം കെ അനീഷ് കുമാർ സംസ്ഥാന ഉപാധ്യക്ഷനാക്കി മാറ്റിയത് കെ സുരേന്ദ്രൻ പക്ഷത്തിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം കെ അനീഷ് കുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. കെ സുരേന്ദ്രനോട് അടുപ്പം വെച്ചു പുലർത്തിയതിന്റെ പേരിൽ മാത്രമാണ് അനീഷ് കുമാറിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി മാറ്റിയത്. അവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേരത്തെയുള്ള ഒരു തീരുമാനപ്രകാരം സംസ്ഥാനത്തെ 14 ജില്ലകളെ വിഭജിച്ച് 30 ജില്ലാ കമ്മിറ്റികളാണ് രൂപീകരിച്ചത്. അതിൽ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി നിയമിച്ചത് ജസ്റ്റിൻ ജേക്കബിനെയാണ്. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് തൃശൂർ നഗരസഭ വരുന്നത്. ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ജസ്റ്റിൻ ജേക്കബിനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയതിലൂടെ ബി.ജെ.പി വലിയ ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത്. അതായത് തൃശൂർ നഗരസഭാ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നത്. എന്നാൽ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബും കെ അനീഷ് കുമാറും തമ്മിൽ വലിയ പോരാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ അനീഷ് കുമാർ നിർദ്ദേശിക്കുന്ന ഒരു പരിപാടിയും ജസ്റ്റിൻ ജേക്കബ് നടപ്പിലാക്കുന്നില്ല. ജസ്റ്റിൻ ജേക്കബിന്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു പരിപാടിയും യാഥാർത്ഥ്യമാക്കാൻ കെ അനീഷ് കുമാറും സമ്മതിക്കില്ല. കെ അനീഷ് കുമാർ ഈ പോരാട്ടത്തിൽ ഒറ്റയ്ക്കല്ല. പഴയ വി മുരളീധരൻ ഗ്രൂപ്പിന്റെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ പക്ഷത്തിന്റെയും കൃത്യമായ പിന്തുണ കെ അനീഷ് കുമാറിനുണ്ട്. അത് തന്നെയാണ് അനീഷ് കുമാറിന്റെ ചാലക ശക്തിയും. കെ അനീഷ് കുമാറും കെ സുരേന്ദ്രനും കൈകോർത്തതോടുകൂടി ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ എല്ലാ പരിപാടികളും പൊളിഞ്ഞു കുത്തുപാളിയെടുക്കുകയാണ്. ഒരു ഭാഗത്ത് കലുങ്ക് സംവാദം എന്ന് പറയുന്ന പേരിൽ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് വലിയ പദ്ധതികൾ, വലിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് മറുഭാഗത്ത് ചക്കളത്തിൽ പോരുമായി കെ അനീഷ് കുമാറും ജസ്റ്റിൻ ജേക്കബും രംഗത്ത് വന്നിരിക്കുന്നത്. ജസ്റ്റിൻ ജേക്കബിന്റെയും അനീഷ് കുമാറിന്റെയും പോര് പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് വലിയ പരാതിയായി ഓർത്തുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഈ വിഷയം കൃത്യമായി അറിയാം. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരും ഈ വിഷയത്തിൽ അസ്വസ്ഥരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പോര് പെട്ടെന്നൊന്നും ശമിക്കില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം പഴയ കെ സുരേന്ദ്രൻ പക്ഷത്തെയും വി മുരളീധരൻ പക്ഷത്തെയും കെ കൃഷ്ണദാസ് പക്ഷത്തെയും നേതാക്കന്മാരെ വെട്ടിനിരത്തുകയാണെന്ന ആക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ അവർ ഭയങ്കര അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ആ പക്ഷത്തെ പ്രമുഖരിൽ ഒരാളായ, അതായത് കെ സുരേന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന കെ അനീഷ് കുമാറിനെ അത്ര പെട്ടെന്ന് അനുനയിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ നഗരസഭ തിരിച്ചുപിടിക്കാൻ ആവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്ത് കോൺഗ്രസ് പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ബി.ജെ.പിക്ക് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ്
തൃശൂരിൽ നിന്നും പുറത്തുവരുന്ന വാർത്ത.